ഗുഡ് മോർണിംഗ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിലത്തെ റേഷ്യോ അനാലിസിസിലത്തെ അടുത്ത ക്ലാസ്സിലേക്ക് കടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആക്ടിവിറ്റി റേഷ്യോസ് ആണ് നമ്മൾ അവസാനിപ്പിച്ചത്. നമ്മൾ ആക്ടിവിറ്റി റേഷ്യോസ് തുടങ്ങിയിട്ട് കുറച്ച് നാളായിട്ടുണ്ടായിരുന്നു. അതിന് കുറേ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്തു. അന്ന് ഞാൻ പറഞ്ഞ പോലെ തന്നെ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റേഷ്യോ ആണ് ആക്ടിവിറ്റി റേഷ്യോസ്. അപ്പോൾ അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ഉള്ളത് കൊണ്ടാണ് അത്രയ്ക്ക് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്തത്. അതിൽ മെയിനായിട്ടും ആദ്യത്തെ 4 അത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. ആ പ്രോബ്ലംസൊക്കെ എന്തായാലും പഠിച്ചിരിക്കേണ്ടതാണ്. റിപ്പീറ്റ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് വരാറുള്ളൊരു ഏരിയയാണ്. അപ്പോൾ അത് നമ്മൾ കഴിഞ്ഞു. അതോട് കൂടിയിട്ട് അത്രയ്ക്ക് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്താൽ മതി. ഇനി നമുക്ക് അടുത്ത പുതിയൊരു റേഷ്യോ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. ഇതാണ് 4th റേഷ്യോ. അതായത് 3 ഓൾറെഡി കഴിഞ്ഞു. ലിക്വിഡിറ്റി റേഷ്യോ കഴിഞ്ഞു, സോൾവൻസി റേഷ്യോ കഴിഞ്ഞു, ആക്ടിവിറ്റി റേഷ്യോസ് കഴിഞ്ഞു. അങ്ങനെ 3 റേഷ്യോസ് കഴിഞ്ഞു. ഇനി 4ാമത്തെ മെയിൻ റേഷ്യോ ആണ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ്. ഓക്കെ, 4th one is profitability ratios. അതെന്താണെന്ന് നോക്കാം. Profitability refers to the ability of a firm to earn maximum profit from best utilization of its resources. നമുക്കറിയാം എവറി ബിസിനസ്സും മെയിൻ എയിം എന്താണ്? പ്രോഫിറ്റ് മേക്കിംഗ് ആണ്. അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കേണ്ടത്. പ്രോഫിറ്റബിലിറ്റി റെഫേഴ്സ് ടു ദി എബിലിറ്റി ഓഫ് എ ഫേം ടു ഏൺ മാക്സിമം പ്രോഫിറ്റ്. ഒരു കമ്പനിയുടെ എബിലിറ്റി, എന്തിനുള്ള എബിലിറ്റിയാണ്? മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്യാനുള്ള എബിലിറ്റി. ആ പ്രോഫിറ്റ് എങ്ങനെയാണ് ഏൺ ചെയ്യണത്? ഫ്രം ബെസ്റ്റ് യൂട്ടിലൈസേഷൻ ഓഫ് ഇറ്റ്സ് റിസോഴ്സസ്. അത് ഉപയോഗിക്കുന്ന റിസോഴ്സസ് നമുക്കറിയാം. മെയിനായിട്ടും ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ 4 ഉണ്ട്. ലാൻഡ്, ലേബർ ആൻഡ് ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ. അങ്ങനെ 4 ഉണ്ട്. ആ 4 റിസോഴ്സസും മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് പ്രോഫിറ്റ് മാക്സിമം ഏൺ ചെയ്യാനുള്ള ആ എബിലിറ്റിനെ വിളിക്കുന്ന പേരാണ് പ്രോഫിറ്റബിലിറ്റി എന്ന് പറയുന്നത്. പ്രോഫിറ്റബിലിറ്റി റെഫേഴ്സ് ടു ദി എബിലിറ്റി ഓഫ് എ ഫേം ടു ഏൺ മാക്സിമം പ്രോഫിറ്റ് ഫ്രം ബെസ്റ്റ് യൂട്ടിലൈസേഷൻ ഓഫ് ഇറ്റ്സ് റിസോഴ്സസ്. Profitability ratios measures the profitability of a firm's business operations. അപ്പോൾ അങ്ങനെ ഒരു കമ്പനിക്ക് പ്രോഫിറ്റ് ഏൺ ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടോ ഇല്ലേ എന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന റേഷ്യോ ആണ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോ. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് മെഷേഴ്സ് ദി പ്രോഫിറ്റബിലിറ്റി ഓഫ് എ ഫേംസ് ബിസിനസ് ഓപ്പറേഷൻസ്. These ratios are classified into 2 types. അപ്പോൾ അത്രയ്ക്കുള്ള പ്രോഫിറ്റബിലിറ്റി റേഷ്യോയുടെ മെയിൻ ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയുന്നത് ആദ്യം പ്രോഫിറ്റബിലിറ്റിയുടെ മീനിങ് പഠിക്കുക, ദെൻ പ്രോഫിറ്റബിലിറ്റി റേഷ്യോയുടെ മീനിങ്ങും പഠിക്കുക. ഇനി ഈ പ്രോഫിറ്റബിലിറ്റി റേഷ്യോയിൽ മെയിനായിട്ടും 2 മെയിൻ ടൈപ്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ ഈസ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ്, സെക്കൻഡ് വൺ ഈസ് ഓവറോൾ പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ്. ഓക്കെ, അങ്ങനെ 2 ആയിട്ട് സബ് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് പ്രോഫിറ്റബിലിറ്റി റേഷ്യോനെ. ഫസ്റ്റ് വൺ ഈസ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ്, സെക്കൻഡ് വൺ ഈസ് ഓവറോൾ പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ്. അതിൽ നമുക്ക് ഫസ്റ്റ് വൺ നോക്കാം. ദാറ്റ് ഈസ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ്. ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ദി വോളിയം ഓഫ് ഓപ്പറേഷൻ ഓർ സെയിൽസ്. അതായത് സെയിൽസ് റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ സെയിൽസിൻ്റെ വോളിയം ഓഫ് ഓപ്പറേഷനിൽ വെച്ചിട്ടാണ് നമ്മൾ റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ അതിനെ വിളിക്കുന്ന പേരാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ്. ഇനി അടുത്തത് ഓവറോൾ പ്രോഫിറ്റബിലിറ്റി റേഷ്യോ. അത് വെച്ചിട്ടല്ല, അതിൻ്റെ ബേസ് വേറെയാണ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോ ഒന്നാമത്തെ ടൈപ്പായ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോ ആർ ബേസ്ഡ് ഓൺ വോളിയം ഓഫ് ഓപ്പറേഷൻ ഓർ സെയിൽസ്. നമ്മുടെ കമ്പനിയുടെ സെയിൽസ് ആണ് അവിടെ ബേസ് ആയിട്ട് എടുക്കുക. അല്ലെങ്കിൽ വോളിയം ഓഫ് ഓപ്പറേഷൻ എന്ന് വെച്ചാൽ സെയിൽസിനാണ് അതിൻ്റെ മീനിങ് ആയിട്ട് വരുന്നത്. അതാണ് ബേസ് വെച്ചിട്ടാണ് നമ്മൾ റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ അതിനെ വിളിക്കുന്ന പേരാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ്. ഇറ്റ്സ് ടൈപ്സ് ആർ. ഇനി അതിൻ്റെ അണ്ടറിൽ ഒരു 4 സബ് ടൈപ്സ് പഠിക്കാനുണ്ട്. അപ്പം മെയിൻ 2 ടൈപ്സ് ഉണ്ട്. ഓരോ 2 ടൈപ്സിൻ്റെ അണ്ടറിൽ സബ് ടൈപ്സ് വേറെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ടൈപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് വൺ ഈസ് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ഓർ ഗ്രോസ് മാർജിൻ. അപ്പോൾ ഒന്നാമത്തെ ടൈപ്പാണ് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ അല്ലെങ്കിൽ ഗ്രോസ് മാർജിൻ എന്ന് പറയുന്നത്. ഷോർട്ടായിട്ട് തന്നെ GP റേഷ്യോ എന്നാണ് പറയുക. ദിസ് റേഷ്യോ എക്സ്പ്രസസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഗ്രോസ് പ്രോഫിറ്റ് ആൻഡ് നെറ്റ് സെയിൽസ്. ഞാൻ നേരത്തെ പറഞ്ഞു ഇതിൻ്റെ മെയിൻ ഫസ്റ്റ് ടൈപ്പ് ആയ പ്രോഫിറ്റബിലിറ്റി റേഷ്യോയിൽ, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോയിൽ ബേസ് ആയിട്ട് ഉപയോഗിക്കുന്നത് എന്താണ്? സെയിൽസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ GP റേഷ്യോ എന്ത് റിലേഷൻഷിപ്പാണ്? ഗ്രോസ് പ്രോഫിറ്റും നെറ്റ് സെയിൽസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് സ്റ്റഡി ചെയ്യുന്ന റേഷ്യോനെ വിളിക്കുന്ന പേരാണ് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ അല്ലെങ്കിൽ ഗ്രോസ് മാർജിൻ എന്ന് പറയുന്നത്. സോ ഇറ്റ് എക്സ്പ്രസസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഗ്രോസ് പ്രോഫിറ്റ് ആൻഡ് നെറ്റ് സെയിൽസ്. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ഗ്രോസ് മാർജിൻ അവൈലബിൾ ടു ദ കമ്പനി. ഒരു കമ്പനിക്ക് അവൈലബിൾ ആയിട്ടുള്ള ഗ്രോസ് മാർജിൻ എത്രയാണ് ആ കമ്പനിക്ക് ആ സെയിൽസ്
സെയിൽസിൽ നിന്ന് കിട്ടിയ ഗ്രോസ് മാർജിൻ അത് കൃത്യമായിട്ട് അറിയാനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന റേഷ്യോ ആണ് ഈ ജി പി റേഷ്യോ എന്ന് പറയുന്നത്. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ ഗ്രോസ് മാർജിൻ അവൈലബിൾ ടു ദ കമ്പനി. ഞാൻ അതിൻ്റെ റേഷ്യോ ആണ് പറയുന്നത്. ജി പി റേഷ്യോ ഇസ് ഈക്വൽ ടു ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. ജി പി റേഷ്യോ ഇക്വേഷൻ ആണ്. എളുപ്പമാണ് കേട്ടോ. ഈ ഇക്വേഷൻസ് ഒക്കെ പഠിക്കാൻ എളുപ്പമാണ്. അത് നമുക്ക് പഠിച്ച് കഴിയുമ്പോൾ മനസ്സിലാക്കാം. ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. അതിൽ ചിലപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് നേരിട്ട് തന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, സെയിൽസിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ലെസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി, ഗ്രോസ് പ്രോഫിറ്റ് കിട്ടി. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. Gross profit is equal to net sales minus cost of goods sold, CGS. Then gross profit divided by net sales ആണ്. നെറ്റ് സെയിൽസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ സെയിൽസിൽ നിന്ന് സെയിൽസ് റിട്ടേൺ കുറച്ചാലാണ് നമുക്ക് എന്ത് കിട്ടുക, നെറ്റ് സെയിൽസ് കിട്ടുക. ആ നെറ്റ് സെയിൽസിൽ നിന്ന് CGS കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും, ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇക്വേഷൻ ജി പി റേഷ്യോയുടെ. ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. അതിൽ ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ഒന്നും എഴുതി വയ്ക്കുക, നെറ്റ് സെയിൽസിനും ഇക്വേഷൻ എഴുതി വയ്ക്കാം. Then there is no standard norm for GP ratio. നമ്മൾ കുറേ റേഷ്യോസിനൊക്കെ സ്റ്റാൻഡേർഡുകൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ മെയിനായിട്ടും ലിക്വിഡിറ്റി റേഷ്യോസിന് സ്റ്റാൻഡേർഡുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിന് പ്രത്യേകിച്ച് അങ്ങനെ സ്റ്റാൻഡേർഡ് നോം ഒന്നുമില്ല. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി നേച്ചർ ആൻഡ് ടൈപ്സ് ഓഫ് ബിസിനസ്. അത് ഓരോ ബിസിനസ്സിനും ഓരോ ടൈപ്പാണ്. അത് ഓരോ ഡിപ്പെൻഡ്സ് അപ്പോൺ ദി നേച്ചർ ആൻഡ് ടൈപ്സ് ഓഫ് ദി ബിസിനസ്. ഇറ്റ് ഷുഡ് ബി സഫിഷ്യൻറ്റ് ടു കവർ ദി ഓൾ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഏൺഡ് ആൻഡ് റീസണബിൾ പ്രോഫിറ്റ്. അതായത് എത്ര റേഷ്യോ വേണം ജി പി റേഷ്യോ എന്നുള്ള പ്രത്യേകിച്ച് ഒരു റെസ്ട്രിക്ഷൻസോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു സ്റ്റാൻഡേർഡ് നോമോ ഒന്നുമില്ല. പക്ഷേ നമ്മൾ ഉണ്ടാക്കുന്ന ഗ്രോസ് മാർജിൻ ഷുഡ് ബി ഏബിൾ ടു കവർ ഓൾ ദി ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. നമ്മുടെ കമ്പനിയിൽ വരുന്ന എല്ലാ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസും അതുപോലെ കവർ ചെയ്യാനുള്ള ഒരു ഗ്രോസ് മാർജിൻ നമുക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഏൺ എ റീസണബിൾ പ്രോഫിറ്റ്. അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു റീസണബിൾ ആയിട്ട് അല്ലാണ്ട് ഹ്യൂജ് പ്രോഫിറ്റ് ഒന്നും വേണ്ട, ഒരു റീസണബിൾ പ്രോഫിറ്റ് ഏൺ ചെയ്യാവുന്ന ഒരു ഗ്രോസ് മാർജിൻ ഒരു ജി പി റേഷ്യോ ആയിരിക്കണം നമുക്ക് കിട്ടേണ്ടിയിരിക്കുന്നത്. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. പ്രത്യേകിച്ച് ഒരു സ്റ്റാൻഡേർഡ് നോംസ് ഒന്നുമില്ല. ബട്ട് ഇറ്റ് ഷുഡ് ബി ഏബിൾ ടു കവർ ദി ഓൾ ദി ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. നമുക്ക് കമ്പനിയിൽ വന്നിട്ടുള്ള എല്ലാ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് കവർ ചെയ്യാൻ പറ്റാവുന്ന ഒരു ജി പി റേഷ്യോ നമ്മൾ ഏൺ ചെയ്യണം. പ്ലസ് ഒരു റീസണബിൾ പ്രോഫിറ്റ് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ജി പി റേഷ്യോ ആയിരിക്കണം നമ്മൾ കിട്ടേണ്ടത്. അതാണ് ജി പി റേഷ്യോനെ കുറിച്ച് പറയാനുള്ളത്. ആ ഇക്വേഷൻ പഠിച്ചു വയ്ക്കുക. പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നും പഠിക്കാനൊന്നുമില്ല. ഇക്വേഷൻ മാത്രം ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് പഠിച്ചാൽ മതി. ഓക്കെ, ഇനി സെക്കൻഡ് വൺ ആണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ ഓർ ഓപ്പറേറ്റിംഗ് മാർജിൻ. രണ്ടാമത്തെ സബ് ടൈപ്പ് ആണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ. നേരത്തെ എന്തായിരുന്നു, ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ആയിരുന്നു. ഇപ്പം എന്താണ്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ ഓർ ഓപ്പറേറ്റിംഗ് മാർജിൻ. അതാണ് രണ്ടാമത്തെ ടൈപ്പ് ഓഫ് റേഷ്യോ ആയിട്ട് വരുന്നത്. Operating profit is the profit after meeting all operating expenses incurred in regular course of operation. നമ്മൾ നേരത്തെ പഠിച്ച ജി പി റേഷ്യോയിൽ എന്തില്ല, നമുക്ക് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വന്ന ഡയറക്റ്റ് എക്സ്പെൻസസ് മാത്രമേ നമ്മൾ ജി പി റേഷ്യോയിൽ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് അടുത്തത് വരുന്ന റേഷ്യോ ആണ് ഈ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറയുന്നത്. അതെന്താണെന്ന് വെച്ചാൽ നേരത്തെ കിട്ടിയ പ്രോഫിറ്റിൽ നിന്ന് എല്ലാ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസും മീറ്റ് ചെയ്തിട്ട് ബാക്കി വരുന്ന പ്രോഫിറ്റിനെ വിളിക്കുന്ന പേരാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. അതാണ് പറഞ്ഞേക്കുന്നത്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഈസ് ദ പ്രോഫിറ്റ് ആഫ്റ്റർ മീറ്റിംഗ് ഓൾ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഇൻകേർഡ് ഇൻ ദ റെഗുലർ കോഴ്സ് ഓഫ് ബിസിനസ് ഓപ്പറേഷൻ. അതായത് നമുക്കിപ്പോൾ ഒരു 1 lakh rupees ഒരു ഗ്രോസ് പ്രോഫിറ്റ് കിട്ടിയെന്ന് വിചാരിക്കുക. ആ ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് നമ്മുടെ എല്ലാ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസും ലെസ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ആ പ്രോഫിറ്റിനെ വിളിക്കുന്ന പേരാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് മാത്രമേ ലെസ് ചെയ്യാൻ പാടുള്ളൂ, നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ലെസ് ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ, നോക്കാം. ഇതൊക്കെ ഞാൻ കഴിഞ്ഞിട്ട് പറഞ്ഞു തരാം. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഈസ് ദ പ്രോഫിറ്റ് ആഫ്റ്റർ മീറ്റിംഗ് ഓൾ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഇൻകേർഡ് ഇൻ ദ റെഗുലർ കോഴ്സ് ഓഫ് ഓപ്പറേഷൻ. ഇറ്റ് മെഷേഴ്സ് ദി ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി ഓഫ് എ ബിസിനസ്. ഒരു കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി മെഷർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന റേഷ്യോ ആണ് ഈ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറയുന്നത്. ഇറ്റ് മെഷേഴ്സ് ദി ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി ഓഫ് എ ബിസിനസ്. ഓക്കെ, ഇനി അതിൻ്റെ ഇക്വേഷൻ നമുക്ക് നോക്കാം. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ ഇസ് ഈക്വൽ ടു ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഓർ EBIT ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. അതിൻ്റെ പേരും എടുത്ത് എഴുതിയാൽ മതി. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഓർ EBIT. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൻ്റെ വേറൊരു പേരാണ് EBIT. നമ്മൾ പഠിച്ചിട്ടുണ്ട് FM-ൽ EBIT, ഏണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. അത് ഞാൻ ഇവിടെയും പറയുന്നത്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഓർ EBIT ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. ഈ ഇക്വേഷനിൽ ഈ റേഷ്യോയിൽ എല്ലാത്തിനും ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ആണ്. അത് ആദ്യം മനസ്സിലാക്കി വെക്കുക. അത് യാതൊരു വ്യത്യാസമില്ല. നേരത്തെ പഠിച്ച ജി പി റേഷ്യോയിലും അതെന്തായിരുന്നു, ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ്
ആയിരുന്നു. ഇപ്പം പഠിച്ചാലും ഡിവൈഡ് ബൈ നെറ്റ് സെയിൽസ് ആണ്. ഇനി പഠിക്കാൻ പോണേലും അത് തന്നെയായിരിക്കും. അപ്പോൾ നമുക്ക് ഇക്വേഷൻസ് പഠിക്കാൻ എളുപ്പമാണ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. അതിലെ ഇനി ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് എല്ലാ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസും ലെസ് ചെയ്യുക. എന്ത് ലെസ് ചെയ്യാൻ പാടില്ല? നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ലെസ് ചെയ്യാനായിട്ട് പാടില്ല. ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് മാത്രം ലെസ് ചെയ്താൽ കിട്ടുന്ന പ്രോഫിറ്റിനെ വിളിക്കുന്ന പേരാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എന്ന് വെച്ചാൽ, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഇൻക്ലൂഡ് അഡ്മിനിസ്ട്രേഷൻ, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ്, ഡിപ്രീസിയേഷൻ. ഇതാണ് മെയിനായിട്ടും വരുന്നത്. അതായത് നമ്മുടെ ബിസിനസ് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം വരുന്ന എക്സ്പെൻസസ്. അതിൻ്റെ അഡീഷണൽ ആയിട്ട് വരുന്നൊന്നും വേണ്ട. നമ്മുടെ ബിസിനസ് റൺ ചെയ്യാനായിട്ട് ആ ഒരു എക്സ്പെൻസ് ഉണ്ടായേ മതിയാവൂ. അതിന് ഒരു ബിസിനസ് റിലേറ്റഡ് ആയിട്ട്, ഇപ്പോൾ സപ്പോസ് നമ്മുടെ ബിസിനസ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ടാക്കി വിൽക്കലാണ് നമ്മുടെ ബിസിനസ്. അത് ചെയ്യാൻ വേണ്ടി വരുന്ന എല്ലാ എക്സ്പെൻസിനും വിളിക്കുന്ന പേരാണ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. അതിൽ തന്നെ മെയിനായിട്ട് വരുന്നതാണ് അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസസ്, ഓഫീസ് എക്സ്പെൻസസ് കുറേ വരും, അതൊക്കെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ്. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ്, നമുക്ക് ഫിനിഷ്ഡ് ഗുഡ്സ് വിൽക്കണം, അത് നമുക്ക് ബിസിനസ് ഉണ്ടാക്കുന്ന ബിസിനസ്സിൻ്റെ ഒരു പാർട്ടായ എക്സ്പെൻസ് ആണ്. കാരണം നമ്മൾ ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ടാക്കിയിട്ട് വെറുതെ ഗോഡൗണിൽ വെച്ചാൽ നമുക്ക് പറ്റില്ല. അപ്പോൾ അതിന് പ്രൊമോഷന് വേണ്ടിയിട്ട് നമുക്ക് കുറേ എക്സ്പെൻസുകൾ വരുന്നുണ്ട്. അത് നമ്മുടെ ബിസിനസ്സിൻ്റെ ഒരു ഭാഗമായിട്ടൊരു എക്സ്പെൻസ് ആണ്. അപ്പോൾ അത് നമ്മുടെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആയിട്ട് മാറും. ദെൻ ഡിപ്രീസിയേഷൻ, നമുക്ക് ഡിപ്രീസിയേഷൻ നമ്മൾ എല്ലാ കൊല്ലം ചാർജ് ചെയ്യുന്നത് എന്തിനാണ്? ഈ മെഷീനറിയുടെ വാല്യൂ കഴിയുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ലൈഫ് കഴിയുമ്പോൾ നമുക്കൊരു പുതിയൊരു മെഷീനറി വാങ്ങാനായിട്ടുള്ള ക്യാഷ് ഇങ്ങനെ ഡിപ്രീസിയേഷനായിട്ട് മാറ്റി വെച്ച് നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. അതായത് ഇപ്പോൾ 10 ലക്ഷം രൂപ വിലയുള്ളൊരു മെഷീനറിയാണ് നമ്മളിപ്പോൾ മേടിച്ചേക്കുന്നത്. ഓരോ കൊല്ലം 1 lakh rupees, ഇതിന് 10 വർഷമാണ് ആയുസ് എന്ന് വെച്ചാൽ ഓരോ കൊല്ലം 1 ലക്ഷം രൂപ ഡിപ്രീസിയേഷൻ പറഞ്ഞ പേരിൽ നമ്മൾ മാറ്റി വെക്കുകയാണെങ്കിൽ 10ാം കൊല്ലം ആകുമ്പോൾ നമ്മൾ ഡിപ്രീസിയേഷൻ അക്കൗണ്ടിൽ എത്ര രൂപ ഉണ്ടാവും? 10 lakhs rupees ഉണ്ടാവും. ഈ മെഷീനറിൻ്റെ ലൈഫ് അപ്പോൾ കഴിയും. നമുക്ക് ഈ ഡിപ്രീസിയേഷൻ അക്കൗണ്ടിൽ എടുക്കുന്ന 10 lakhs rupees ഉപയോഗിച്ച് നമുക്ക് പുതിയൊരു മെഷീനറി വാങ്ങാനായിട്ട് പറ്റും. അപ്പോൾ ഡിപ്രീസിയേഷനും ഒരു ബിസിനസ്സിൻ്റെ ഒരു ഭാഗമാണ്, അതും ഒരു ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആണ്. ഇതൊക്കെയാണ് മെയിനായിട്ട് വരുന്ന ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. അഡ്മിനിസ്ട്രേഷൻ, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ഡിപ്രീസിയേഷൻ, അത് മൂന്നും ഇതാണ് മെയിനായിട്ട് വരുന്നത്. അതിരുന്ന് കുറയ്ക്കണം. ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടി? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടി. ആ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100 ചെയ്താൽ നമുക്ക് ഏത് റേഷ്യോ കിട്ടി? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ കിട്ടി. അതാണ് നമ്മുടെ സെക്കൻഡ് ടൈപ്പായിട്ട് വരുന്നത്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ ഓർ ഓപ്പറേറ്റിംഗ് മാർജിൻ. ഓക്കെ, ഇനി നമുക്ക് തേർഡ് വൺ നോക്കാം. ഓപ്പറേറ്റിംഗ് റേഷ്യോ. തെറ്റിക്കരുത്, നേരത്തെ റേഷ്യോ എന്തായിരുന്നു? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ ആണ്. അതാണ് സെക്കൻഡ് വൺ. തേർഡ് വണ്ണിലെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞ വേർഡ് പോയി, അപ്പോൾ എന്തായി? ഓപ്പറേറ്റിംഗ് റേഷ്യോ ആയിട്ട് മാറി. അതാണ് തേർഡ് വൺ ആയിട്ട് പറയുന്നത്. ഇറ്റ് ഈസ് എ കോസ്റ്റ് റേഷ്യോ, നോട്ട് എ പ്രോഫിറ്റ് റേഷ്യോ. അതായത് ഇത്ര നേരം നമ്മൾ പഠിച്ച രണ്ടെണ്ണം ഗ്രോസ് പ്രോഫിറ്റ്, അത് നമ്മുടെ പ്രോഫിറ്റ് ആണ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, അത് നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് ആണ്. അത് എന്ത് റേഷ്യോകളായിരുന്നു? പ്രോഫിറ്റ് റേഷ്യോ ആയിരുന്നു. പക്ഷെ ഇവിടെ പറയുന്ന ഓപ്പറേറ്റിംഗ് റേഷ്യോ ഈസ് നോട്ട് എ പ്രോഫിറ്റ് റേഷ്യോ, ഇറ്റ് ഈസ് എ കോസ്റ്റ് റേഷ്യോ. ഇറ്റ് മെഷേഴ്സ് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ആൻഡ് നെറ്റ് സെയിൽസ്. നമുക്ക് വന്ന ഓപ്പറേറ്റിംഗ് കോസ്റ്റും നെറ്റ് സെയിൽസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് സ്റ്റഡി ചെയ്യാനുള്ള റേഷ്യോ ആണ് ഈ ഓപ്പറേറ്റിംഗ് റേഷ്യോ എന്ന് പറയുന്നത്. നേരത്തേനൊക്കെ ആദ്യത്തേലെ ഗ്രോസ് പ്രോഫിറ്റും നെറ്റ് സെയിൽസും തമ്മിൽ നമ്മൾ ഗ്രോസ് പ്രോഫിറ്റും നെറ്റ് സെയിൽസും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് സ്റ്റഡി ചെയ്തത്. രണ്ടാമത്തേൽ നമ്മുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റും നെറ്റ് സെയിൽസും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് സ്റ്റഡി ചെയ്തത്. പക്ഷെ ഇവിടെ നമ്മൾ പ്രോഫിറ്റ് അല്ല സ്റ്റഡി ചെയ്യുന്നത്, നമ്മുടെ ഓപ്പറേറ്റിംഗ് കോസ്റ്റും നെറ്റ് സെയിൽസും. ഇത്രയ്ക്ക് സെയിൽസ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് എത്ര ഓപ്പറേറ്റിംഗ് കോസ്റ്റ് വന്നു, ആ റിലേഷൻഷിപ്പ് സ്റ്റഡി ചെയ്യാനുള്ള റേഷ്യോനെ വിളിക്കുന്ന പേരാണ് ഓപ്പറേറ്റിംഗ് റേഷ്യോ. ദിസ് മെഷേഴ്സ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ആൻഡ് നെറ്റ് സെയിൽസ്. ഞാൻ ഇക്വേഷൻ നോക്കാം. ഓപ്പറേറ്റിംഗ് റേഷ്യോ ഇസ് ഈക്വൽ ടു ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. അപ്പോൾ ഓപ്പറേറ്റിംഗ് റേഷ്യോ കണ്ടുപിടിക്കാനുള്ളത് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. അതല്ലേ? ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? CGS, that is cost of goods sold plus operating expenses. നമ്മൾക്ക് വന്നിട്ടുള്ള കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിനോട് കൂടി നമ്മുടെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഒക്കെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി? ഓപ്പറേറ്റിംഗ് കോസ്റ്റ് കിട്ടി. CGS എങ്ങനെ കണ്ടുപിടിക്കാൻ നമ്മൾ ആദ്യം നമുക്കറിയാം. ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്, അത് വെച്ച് നമുക്ക് CGS കണ്ടുപിടിക്കാം. ചിലപ്പോൾ നേരിട്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. അതിനോട് കൂടി എന്തും കൂടി ആഡ് ചെയ്യുക? നമ്മുടെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. നമ്മൾ നേരത്തെ റേഷ്യോയിൽ എന്തൊക്കെയാണ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എന്ന് പഠിച്ചു. ആ എക്സ്പെൻസസ് ഒക്കെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി? ഓപ്പറേറ്റിംഗ്
കോസ്റ്റ് കിട്ടി. ആ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100 ചെയ്താൽ നമുക്ക് എന്ത് റേഷ്യോ കിട്ടി? ഓപ്പറേറ്റിംഗ് റേഷ്യോ കിട്ടി. ക്ലിയർ? Okay, a lower ratio is more favorable because it would leave a higher margin for operating profit. അതായത് ഇത് എന്ത് റേഷ്യോ എന്നാ പറഞ്ഞത്? കോസ്റ്റ് റേഷ്യോ ആണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ എപ്പോഴും എന്താണ് ട്രൈ ചെയ്യുന്നത്? പ്രോഫിറ്റ് കൂട്ടാനായിട്ട് എന്ത് കുറയ്ക്കണം? കോസ്റ്റ് കുറയ്ക്കണം. അപ്പം നമുക്ക് കിട്ടുന്ന ഓപ്പറേറ്റിംഗ് റേഷ്യോ എപ്പോഴും കുറവായാലാണ് നല്ലത്. എ ലോവർ റേഷ്യോ ഈസ് മോർ ഫേവറബിൾ. നമുക്കറിയാം എല്ലാ ബിസിനസ്സും എന്താണ് ചെയ്യേണ്ടത്? പ്രോഫിറ്റ് കൂട്ടുക, കോസ്റ്റ് കുറയ്ക്കുക. ഈ ഓപ്പറേറ്റിംഗ് റേഷ്യോ എന്ന് പറയുന്നത് ഒരു കോസ്റ്റ് റേഷ്യോ ആണ്. അപ്പോൾ നമ്മൾ എന്തിനു ട്രൈ ചെയ്യണം? ഈ റേഷ്യോ ഏറ്റവും കുറയ്ക്കാനായിട്ടാണ് നമ്മൾ ട്രൈ ചെയ്യേണ്ടത്. എ ലോവർ റേഷ്യോ ഈസ് മോർ ഫേവറബിൾ ബിക്കോസ് ഇറ്റ് വുഡ് ലീവ് എ ഹയർ മാർജിൻ ഫോർ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. അപ്പോൾ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് കുറഞ്ഞാൽ എന്ത് കൂടി? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കൂടി. അതേസമയം ഓപ്പറേറ്റിംഗ് കോസ്റ്റ് കൂടിയാൽ എന്ത് കുറയും? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കുറയും. നമുക്ക് എപ്പോഴും എന്താണ് ചെയ്യേണ്ടത്? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കൂട്ടാനായിട്ട് ട്രൈ ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ എന്ത് കുറയ്ക്കണം? ഓപ്പറേറ്റിംഗ് കോസ്റ്റ് കുറയ്ക്കണം. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ ആൻഡ് ഓപ്പറേറ്റിംഗ് റേഷ്യോ ആർ കോംപ്ലിമെന്ററി ടു ഈച്ച് അതർ. അതായത് നമ്മൾ ആദ്യം പഠിച്ചത് സെക്കൻഡ് ടൈപ്പ് എന്തായിരുന്നു? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ ആണ്. മൂന്നാമത് പഠിച്ചത് ഓപ്പറേറ്റിംഗ് റേഷ്യോ ആണ്. അത് രണ്ടും കോംപ്ലിമെന്ററി ടു ഈച്ച് അതർ ആണ്. നേരത്തെ പറഞ്ഞല്ലോ, ഓപ്പറേറ്റിംഗ് കോസ്റ്റ് കൂടിയാൽ എന്ത് കുറയും? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കുറയും. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കുറഞ്ഞാൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് കൂടും. അപ്പം നമുക്ക് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് വെച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്ന റേഷ്യോ ആണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ. ഓപ്പറേറ്റിംഗ് കോസ്റ്റ് വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന റേഷ്യോ ആണ് ഓപ്പറേറ്റിംഗ് റേഷ്യോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പഠിച്ച സെക്കൻഡ് ആൻഡ് തേർഡ് റേഷ്യോസ് ആർ കോംപ്ലിമെന്ററി ടു ഈച്ച് അതർ ആണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിമെന്ററി ആണ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ പ്ലസ് ഓപ്പറേറ്റിംഗ് റേഷ്യോ ഇസ് ഈക്വൽ ടു 100. നമുക്ക് കിട്ടുന്ന ഈ രണ്ട് റേഷ്യോസും ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടിയിരിക്കണം? 100 കിട്ടിയിരിക്കണം. അല്ലെങ്കിൽ എന്തോ മിസ്റ്റേക്ക് ഉണ്ട്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് റേഷ്യോയും തേർഡ് റേഷ്യോയും കോംപ്ലിമെന്ററി ടു ഈച്ച് അതർ ആണ്. അത് രണ്ടും കൂടി ആഡ് ചെയ്താൽ നമുക്ക് 100 കിട്ടിയിരിക്കണം. അപ്പോൾ നമുക്ക് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് അപ്പോൾ തന്നെ ഓപ്പറേറ്റിംഗ് റേഷ്യോ എത്രയാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അതായത് നമ്മൾ രണ്ടാമത്തെ ടൈപ്പ് റേഷ്യോ ആയ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ ഒരു 70 കിട്ടിയെന്ന് വിചാരിക്കാം. ഓപ്പറേറ്റിംഗ് റേഷ്യോ എത്രയായിരിക്കും? 100. ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 100 കിട്ടുമെന്ന് പറഞ്ഞു. അതിലത്തെ ഒരെണ്ണം 70 ആണെങ്കിൽ മറ്റൊരു എത്രയായിരിക്കും? 30 ആയിരിക്കും. എന്നാലാണ് 70 + 30 = 100 കിട്ടുക. പക്ഷെ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഇക്വേഷൻ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. ചില ക്വസ്റ്റ്യനിൽ ഈ 4 റേഷ്യോസും ഒപ്പം കണ്ടുപിടിക്കാനായിട്ട് പറയും. അപ്പോൾ ആദ്യം നമ്മൾ GP റേഷ്യോ കാണും, രണ്ടാമത് നമ്മൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ കാണും, മൂന്നാമത് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഓപ്പറേറ്റിംഗ് റേഷ്യോസ് ഈ ഇക്വേഷൻ വെച്ചിട്ട് തന്നെ കണ്ടുപിടിക്കണം. അല്ലാണ്ട് ജസ്റ്റ് കുറച്ചിട്ട് എഴുതി ചിലപ്പോൾ നമുക്ക് മാർക്ക് കിട്ടുന്നത് വരില്ല. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്. രണ്ടാമത്തെ റേഷ്യോ ആയ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് റേഷ്യോയും മൂന്നാമത്തെ റേഷ്യോ ആയ ഓപ്പറേറ്റിംഗ് റേഷ്യോയും കോംപ്ലിമെന്ററി ടു ഈച്ച് അതർ ആണ്. അത് രണ്ടും കൂടി ആഡ് ചെയ്താൽ 100 കിട്ടും. അപ്പോൾ ഒരു റേഷ്യോ നമ്മൾ കണ്ടുപിടിച്ചാൽ നമുക്ക് അടുത്ത റേഷ്യോ എത്രയാവുമെന്ന് അപ്പം തന്നെ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ 3 റേഷ്യോസ് കഴിഞ്ഞു. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ കഴിഞ്ഞു, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ കഴിഞ്ഞു, ഓപ്പറേറ്റിംഗ് റേഷ്യോ കഴിഞ്ഞു. ഇനി ഒരെണ്ണം കൂടിയുള്ള അതിൻ്റെ പേരാണ് നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ. അത് അടുത്ത സ്ലൈഡിലുണ്ട്. ഫോർത്ത് വൺ ഈസ് നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ അല്ലെങ്കിൽ ഓർ നെറ്റ് മാർജിൻ. നാലാമത്തെ ടൈപ്പാണ് നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ ഓർ നെറ്റ് മാർജിൻ. ഷോർട്ടായിട്ട് NP റേഷ്യോ എന്ന് പറയും. നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോനെ GP റേഷ്യോ എന്ന് പറഞ്ഞാലും തന്നെ ഈ നാലാമത്തെ ടൈപ്പായ നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറയും, NP റേഷ്യോ എന്നും കൂടി പറയാറുണ്ട്. ദിസ് മെഷേഴ്സ് ദി ഓവറോൾ പ്രോഫിറ്റബിലിറ്റി ഓഫ് ദി ബിസിനസ്. ഒരു കമ്പനിയുടെ ഓവറോൾ പ്രോഫിറ്റബിലിറ്റി മെഷർ ചെയ്യാനായിട്ടുള്ള റേഷ്യോ ആണ് എന്ന് പറയുന്നത് നമ്മുടെ NP റേഷ്യോ എന്ന് പറയുന്നത്. നെറ്റ് പ്രോഫിറ്റ് ഈസ് ദ റെസിഡുവൽ പ്രോഫിറ്റ് ആഫ്റ്റർ കൺസിഡറിങ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആൻഡ് ഇൻകം. അതായത് നമുക്കറിയാം നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ദ പ്രോഫിറ്റ് വിച്ച് ഈസ് അവൈലബിൾ ടു ദി ഷെയർ ഹോൾഡേഴ്സ്. എല്ലാ എക്സ്പെൻസസും മീറ്റ് ചെയ്തതിന് ശേഷം, അതിൽ ഓപ്പറേറ്റിങ്ങും പെടും, നോൺ ഓപ്പറേറ്റിംഗ്, അങ്ങനെ എല്ലാ എക്സ്പെൻസസും മീറ്റ് ചെയ്തതിന് ശേഷം ബാക്കി വന്ന പ്രോഫിറ്റിനെ വിളിക്കുന്ന പേരാണ് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ റെസിഡുവൽ പ്രോഫിറ്റ്. റെസിഡുവൽ പ്രോഫിറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് എലിജിബിലിറ്റി ഉള്ള, അവർക്ക് റൈറ്റ് ഉള്ള, അവർക്ക് കൊണ്ടുപോകാൻ പറ്റാവുന്ന പ്രോഫിറ്റിനെ വിളിക്കുന്ന പേരാണ് റെസിഡുവൽ പ്രോഫിറ്റ് എന്ന് വിളിക്കുന്നത്. എല്ലാ എക്സ്പെൻസസും ലെസ് ചെയ്തിട്ടുള്ള പ്രോഫിറ്റ്, അതിനെ വിളിക്കുന്ന പേരാണ് റെസിഡുവൽ പ്രോഫിറ്റ് എന്ന് വിളിക്കുന്നത്. അതാണ് നെറ്റ് പ്രോഫിറ്റ്. നെറ്റ് പ്രോഫിറ്റ് ഈസ് ദ റെസിഡുവൽ പ്രോഫിറ്റ് ആഫ്റ്റർ കൺസിഡറിങ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആൻഡ് ഇൻകം.
നമ്മൾ നേരത്തെ രണ്ടാമത്തെ ടൈപ്പിൽ എന്ത് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ എന്ത് എക്സ്പെൻസസ് മാത്രമേ ലെസ് ചെയ്തുള്ളൂ? ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് മാത്രമേ ലെസ് ചെയ്തിട്ടുള്ളൂ. അതിൽ നിന്ന് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ലെസ് ചെയ്ത് എന്തെങ്കിലും നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി? നെറ്റ് പ്രോഫിറ്റ് കിട്ടി. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്താണെന്ന് മനസ്സിലായി. അതായത് ഒരു ബിസിനസ് റൺ ചെയ്യാനായിട്ട് നമ്മൾ മസ്റ്റ് ആയിട്ടും ഉണ്ടാവേണ്ട എക്സ്പെൻസ് ആണ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. അതായത് ആ ബിസിനസ് റൺ ചെയ്യാനായിട്ട് ആ കോസ്റ്റ് അത്രയ്ക്ക് ആവശ്യമുള്ള കാര്യമൊന്നുമല്ല. നമ്മുടെ ബിസിനസിന്റെ ഒരു ഭാഗമല്ലാത്ത ഒരു എക്സ്പെൻസിനെ വിളിക്കുന്ന പേരാണ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. അതൊക്കെ ഏതിലാണ് കൺസിഡർ ചെയ്യുക? നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുമ്പോഴാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. അതാണ് പറയുന്നത് ആഫ്റ്റർ കൺസിഡറിങ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആൻഡ് ഇൻകം. നമ്മുടെ ഒരു ബിസിനസിന്റെ ഭാഗമായ എക്സ്പെൻസോ ബിസിനസിന്റെ ഭാഗമായ ഇൻകമോ അല്ല. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നമ്മുടെ ഒരു ബിസിനസ് എന്ന് പറയുന്നത് ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ടാക്കി വിൽക്കലാണ്. അത് ആ ബിസിനസ്സിൽ അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തി. അതായത് ഫുൾ എമൗണ്ട് ബിസിനസ്സിൽ ഇറക്കാണ്ട് കുറച്ച് എമൗണ്ട് ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടെന്ന് വിചാരിക്കാം. ആ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് അതെന്ത് എക്സ്പെൻസ് ആണ്? ഇൻകം ആണ്. നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം ആണ്. കാരണം അവർ ബിസിനസ് റൺ ചെയ്തിട്ടല്ല ആ ഇൻട്രസ്റ്റ് ഉണ്ടാക്കിയത്. അവർ ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ടാക്കി വിറ്റിട്ടല്ല ആ ഇൻട്രസ്റ്റ് ഉണ്ടാക്കിയത്. അവരുടെ ഫണ്ട് വേറൊരു സ്ഥലത്ത് ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ട് അതിൽ നിന്ന് കിട്ടിയ ഇൻകമാണ്. അതൊരു ബിസിനസിന്റെ ഭാഗമല്ലാത്ത ഒരു എക്സ്പെൻസ് ആണ്. ആ എക്സ്പെൻസിനെ വിളിക്കുന്ന പേരാണ് നോൺ ഓപ്പറേറ്റിംഗ് അത് ഭാഗമല്ലാത്ത ഇൻകം ആണ്. ആ ഇൻകത്തിനെ വിളിക്കുന്ന പേരാണ് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം. അതുപോലെ തന്നെ നമ്മുടെ ബിസിനസ്സിൽ ഇപ്പോൾ ഈ ഇൻവെസ്റ്റ്മെന്റ് നടത്താനായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു എക്സ്പെൻസ് വന്നെന്ന് വിചാരിക്കുക. അത് നമ്മുടെ എന്താണ്? നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ്. കാരണം നമ്മുടെ ബിസിനസ് എന്തല്ല, ഇൻവെസ്റ്റ്മെന്റ് നടത്തലല്ല നമ്മുടെ ബിസിനസ് എന്ന് പറയുന്നത്. അത് നമ്മുടെ ഒരു എക്സ്ട്രാ ഒരു വർക്കായിട്ടാണ് നമുക്കത് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നോട്ട് എ പാർട്ട് ഓഫ് അവർ ബിസിനസ്. അത് നമ്മുടെ മെയിൻ ബിസിനസ് അതല്ല. അപ്പോൾ നമ്മുടെ മെയിൻ ബിസിനസ് അല്ലാണ്ട് മറ്റേതെങ്കിലും ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ഇൻകത്തിനെ വിളിക്കുന്ന പേരാണ് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം. അതിന് വരുന്ന ചെലവിനെ വിളിക്കുന്ന പേരാണ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. ഇത് രണ്ടും കൺസിഡർ ചെയ്തിട്ട് ബാക്കി വരുന്ന പ്രോഫിറ്റിനെ വിളിക്കുന്ന പേരാണ് നെറ്റ് പ്രോഫിറ്റ്. ഓക്കെ, ഇതിൽ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട എന്താണ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്, എന്താണ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എന്ന്. ബിസിനസിന്റെ ഭാഗമായിട്ടുള്ള നമ്മുടെ മെയിൻ ബിസിനസിന്റെ ഭാഗമായിട്ടുള്ള എക്സ്പെൻസിനെ വിളിക്കുന്ന പേരാണ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. അല്ലാത്ത എക്സ്പെൻസ് ആണ് നമ്മുടെ മെയിൻ ബിസിനസിന്റെ ഭാഗമല്ല, അതിന്റെ വേറൊരു എക്സ്പെൻസ് ആയിട്ട് വരുന്ന എക്സ്പെൻസിനെ വിളിക്കുന്ന പേരാണ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. ഓക്കെ, അത് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ നോക്കാം. നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ അല്ലെങ്കിൽ ഷോർട്ടായിട്ട് NP റേഷ്യോ is equal to നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കൊടുത്തു കഴിഞ്ഞിട്ടുള്ള നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. അത് ചെയ്താൽ നമുക്ക് എന്ത് റേഷ്യോ കിട്ടി? NP റേഷ്യോ കിട്ടി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 4 റേഷ്യോസ് ആണ് നമ്മുടെ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ പ്രോഫിറ്റബിലിറ്റി റേഷ്യോയിൽ ഞാൻ ആദ്യത്തെ സ്ലൈഡിൽ പറഞ്ഞു മെയിനായിട്ട് 2 ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. ഫസ്റ്റ് ടൈപ്പ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോ, സെക്കൻഡ് ടൈപ്പ് ഓവറോൾ പ്രോഫിറ്റബിലിറ്റി റേഷ്യോ. അതിൽ ഈ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോ ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതിൻ്റെ അണ്ടറിൽ മെയിനായിട്ട് 4 റേഷ്യോസ് ആണ് വരിക. GP റേഷ്യോ, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ, ഓപ്പറേറ്റിംഗ് റേഷ്യോ, NP റേഷ്യോ. ആ 4 എണ്ണത്തിനും ഇക്വേഷൻ പഠിക്കാൻ എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ ഈ റേഷ്യോ ഇത്തിരി എളുപ്പമുള്ള റേഷ്യോ ആണ്. അപ്പോൾ അത് 4 എണ്ണത്തിനും ഇക്വേഷൻസ് പഠിച്ചു വയ്ക്കാം. ഓക്കെ, ഇനി അടുത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത് അതർ ടൈപ്സ് ഓഫ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ്. ഞാൻ നേരത്തെ പറഞ്ഞ മെയിനായിട്ട് 4 ടൈപ്പ് ഉള്ളൂ എന്ന് പറഞ്ഞു. ദെൻ അതല്ലാണ്ട് അതിൻ്റെ സബായിട്ട് അതല്ലെങ്കിൽ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് അല്ലാത്ത കുറച്ച് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോസും കൂടി ഉണ്ട്. അതാണ് ഇവിടെ പറയാനായിട്ട് പോകുന്നത്. ഇൻ ഓർഡർ ടു സബ്സ്റ്റാൻഷിയേറ്റ് ദ പ്രോഫിറ്റബിലിറ്റി കോസ്റ്റ് റേഷ്യോസ് മേ ഓൾസോ ബി വർക്ക്ഡ് ഔട്ട്. അതായത് നമ്മളിതിൽ പ്രോഫിറ്റബിലിറ്റിയാണ് മെഷർ ചെയ്യുന്നത്. നമുക്കറിയാം പ്രോഫിറ്റ് എപ്പോഴാണ് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുക? എല്ലാ കോസ്റ്റും മീറ്റ് ചെയ്തതിന് ശേഷമുള്ള ബാക്കി തന്നെ വിളിക്കുന്ന പേരാണ് പ്രോഫിറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ പ്രോഫിറ്റബിലിറ്റി മെഷർ ചെയ്യുമ്പോൾ അതിൻ്റെ റിലയബിലിറ്റി ഒന്നും കൂടി കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കോസ്റ്റ് റേഷ്യോ കൂടി വർക്കൗട്ട് ചെയ്യാം. നമ്മൾ ഓൾറെഡി ഒരു കോസ്റ്റ് റേഷ്യോ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, ഓപ്പറേറ്റിംഗ് റേഷ്യോ. മൂന്നാമത്തെ റേഷ്യോ ഞാൻ നേരത്തെ പറഞ്ഞു ഇസ് നോട്ട് എ പ്രോഫിറ്റ് റേഷ്യോ, ഇറ്റ് ഈസ് എ കോസ്റ്റ് റേഷ്യോ. അതൊരു മെയിൻ റേഷ്യോ ആണ്. ഓപ്പറേറ്റിംഗ് കോസ്റ്റ് കൺസിഡർ ചെയ്യുന്ന ഒരു റേഷ്യോ ആണ് ഓപ്പറേറ്റിംഗ് റേഷ്യോ എന്ന് പറയുന്നത്. അത് അല്ലാണ്ട് കോസ്റ്റ് കൺസിഡർ ചെയ്യുന്ന കുറച്ചും കൂടി റേഷ്യോസ് ഉണ്ട്. അതാണ് പറയുന്നത്. ഇമ്പോർട്ടൻറ്റ് കോസ്റ്റ് റേഷ്യോസ് ആർ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് റേഷ്യോ, ഡയറക്റ്റ് ലേബർ കോസ്റ്റ് റേഷ്യോ, ഫാക്ടറി എക്സ്പെൻസസ് റേഷ്യോ, ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസസ് റേഷ്യോ,
സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ് റേഷ്യോ. ജസ്റ്റ് പേര് മാത്രം പഠിച്ചാൽ മതി. ഇക്വേഷൻസ് ഉണ്ട്, അത് പഠിക്കുന്നത് എളുപ്പമാർഗ്ഗം ഞാൻ പറഞ്ഞു തരാം. ഇതൊക്കെയാണ് മെയിനായിട്ട് വരുന്ന അഡീഷണൽ കോസ്റ്റ് റേഷ്യോസ് വരുന്നത്. ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് റേഷ്യോ, അതായത് നമുക്ക് റോ മെറ്റീരിയലിൽ വന്ന കോസ്റ്റ് റേഷ്യോ. ഡയറക്റ്റ് ലേബർ കോസ്റ്റ് റേഷ്യോ, നമുക്ക് പ്രൊഡക്ഷൻ നടത്താനായിട്ട് എംപ്ലോയീസിന് വന്ന എക്സ്പെൻസസിൻ്റെ റേഷ്യോ. ദെൻ ഫാക്ടറി എക്സ്പെൻസസ് റേഷ്യോ, നമുക്ക് ഫാക്ടറിയിൽ വന്ന എക്സ്പെൻസസിൻ്റെ റേഷ്യോ. ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസസ്, നമുക്ക് ഓഫീസ് എക്സ്പെൻസസ് ആയിട്ട് വന്ന ഓഫീസിൽ വന്ന എക്സ്പെൻസസിൻ്റെ റേഷ്യോ. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ് റേഷ്യോ, നമ്മുടെ ഫിനിഷ്ഡ് ഗുഡ്സ് സെല്ലും ഡിസ്ട്രിബ്യൂഷനും ചെയ്യാനായിട്ട് നമുക്ക് വന്ന എക്സ്പെൻസസിൻ്റെ റേഷ്യോ. അങ്ങനെ മെയിനായിട്ടും 5 കോസ്റ്റ് റേഷ്യോസ് ആണ് അതിനുള്ളത്. ഇനി അതിൻ്റെ ഈക്വേഷൻ പഠിക്കാനുള്ള എളുപ്പമാർഗ്ഗം എന്താണെന്ന് വെച്ചാൽ, ഏത് എക്സ്പെൻസ് റേഷ്യോ ആണ് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞത്, ആ എക്സ്പെൻസ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. ഓക്കെ, അങ്ങനെ പഠിച്ചു വെച്ചാൽ അതാണ് എളുപ്പം. അതായത് ഇപ്പോൾ സപ്പോസ് നമ്മളോട് ആദ്യം ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് റേഷ്യോ കണ്ടുപിടിക്കാൻ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. ഓക്കെ, ഇനി നമ്മളോട് ഡയറക്റ്റ് ലേബർ കോസ്റ്റ് റേഷ്യോ പറഞ്ഞാൽ എന്താ ഇക്വേഷൻ? ഡയറക്റ്റ് ലേബർ കോസ്റ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. ഫാക്ടറി എക്സ്പെൻസ് റേഷ്യോ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഏതാണ് ഇക്വേഷൻ വരിക? ഫാക്ടറി എക്സ്പെൻസ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസസ് റേഷ്യോ ആണെങ്കിൽ ഇക്വേഷൻ എന്തായിരിക്കും? ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസസ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ് റേഷ്യോ ആണെങ്കിൽ എന്തായിരിക്കും ഇക്വേഷൻ? സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. ഏത് എക്സ്പെൻസ് ആണോ ആ എക്സ്പെൻസ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100 ചെയ്താൽ അതിൻ്റെ റേഷ്യോ കിട്ടി. അപ്പോൾ ഇങ്ങനെ പഠിക്കുന്നതായിരിക്കും എളുപ്പം. അപ്പോൾ മെയിനായിട്ടും 5 റേഷ്യോസ് ഉണ്ട്. ആ റേഷ്യോസിൻ്റെ പേര് പഠിച്ചാൽ നമുക്ക് അതിൻ്റെ ഇക്വേഷൻസ് ചെയ്യാം. കൺസേൺഡ് എക്സ്പെൻസസ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100 ചെയ്താൽ നമുക്ക് അതിൻ്റെ കോസ്റ്റ് റേഷ്യോ കിട്ടി. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോസിന് അണ്ടറിൽ പഠിക്കേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞോണം, ആദ്യം പറഞ്ഞ 4 റേഷ്യോസാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതിൻ്റെ കൂട്ടത്തിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു കോസ്റ്റ് റേഷ്യോയും കാൽക്കുലേറ്റ് ചെയ്യാൻ ചിലപ്പോൾ ചോദിക്കാറുണ്ട്. അതിനനുസരിച്ച് അത് പഠിച്ചു വയ്ക്കാം. ഓക്കെ, താങ്ക് യു.